ഹലോ വെൽക്കം മക്കളെ, അർജുൻ സാറാണ് നിങ്ങളുടെ സുവോളജി ഫാക്കൽറ്റി. അപ്പോൾ നമുക്ക് +2 സുവോളജിയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ നമുക്ക് വേഗം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മിനിമം ഇതെങ്കിലും നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് നമ്മുടെ ചാപ്റ്റർ നമുക്കറിയാം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. അപ്പം ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ എപ്പോഴും ചോദിക്കുന്ന രണ്ട് ഡയഗ്രമാണ്. ഒന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ നിങ്ങളോട് ലേബൽ ചെയ്യാൻ ചോദിക്കും, അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ലേബൽ ചെയ്യാൻ ചോദിക്കും. അത് രണ്ടും കറക്റ്റായിട്ട് ലേബൽ ചെയ്യാൻ പഠിച്ചു വെക്കുക, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്പെർമാറ്റോജെനിസിസിനെയും ഊജെനിസിസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അതിൽ മിനിമം ഒരു 4 പോയിന്റുകളെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. സ്പെർമാറ്റോജെനിസിസും ഊജെനിസിസും തമ്മിൽ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. പിന്നെ അതുപോലെ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഡയഗ്രാം ലേബൽ ചെയ്യാനുണ്ടാവും. മോഡൽ എക്സാമിന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. അതുപോലെ തന്നെ സ്പേമിൻ്റെ ഫിഗറും എന്ത് ചെയ്യുക, ലേബൽ ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഈ 4 ഫിഗറുകളും മിനിമം ഇതിൽ ലേബൽ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്കറിയേണ്ട വേറൊരു ഡയഗ്രാം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കുന്നതാണ് ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഡയഗ്രാം. അതിലെ 2 പാർട്സ് എപ്പോഴും അടയാളപ്പെടുത്താൻ പറയാറുണ്ട്. ഒന്ന് ട്രോപ്പോബ്ലാസ്റ്റ് ആണ്, അടുത്തത് ഇന്നർ സെൽമാസ്. അപ്പോൾ ആ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ ഇത് ബ്ലാസ്റ്റോസിസ്റ്റ് ആണെന്ന് അറിയണം. പിന്നെ ട്രോപ്പോബ്ലാസ്റ്റും ഇന്നർ സെൽമാസും 2 പാർട്സ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ നോക്കാം മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫേസസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മെൻസ്ട്രൽ ഫേസ് ഉണ്ട്, ഫോളിക്കുലാർ അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസ്, ഓവുലേറ്ററി ഫേസ്, പിന്നെ സെക്രട്ടറി ഫേസ്. അതിൽ ഈ ഒരു ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം പിറ്റ്യൂട്ടറി ഹോർമോൺസും ഓവേറിയൻ ഹോർമോൺസും മെൻസ്ട്രൽ സൈക്കിളിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ പിറ്റ്യൂട്ടറി ഹോർമോൺസിൽ വരിക LH ഉം FSH ഉം, ഓവേറിയൻ ഹോർമോൺസിൽ വരിക ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. അപ്പോൾ ഈ ഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് ഈ ഹോർമോണ് ലേബൽ ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പോൾ ഈ ഗ്രാഫ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി പിന്നെ ഇതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്ലാസെൻറ്റേൻ്റെ ഫംഗ്ഷൻസ്. അപ്പോൾ പ്ലാസെൻറ്റേൻ്റെ ഫംഗ്ഷൻസ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ജസ്റ്റേഷൻ, ഓരോ മന്തിലും ഫീറ്റസിന് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് മന്തിൽ ഹാർട്ട് ഡെവലപ്പ് ചെയ്യും, സെക്കൻഡ് മന്തിൽ ലിംസ് ആൻഡ് ഡിജിറ്റ്സ്, 5th മന്തിൽ ഫസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്. അങ്ങനത്തെ കാര്യങ്ങൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി വെക്കണം. പിന്നെ ലാക്ടേഷനിൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഇസ് കോൾഡ് കൊളസ്ട്രം അല്ലേ. അതിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് കണ്ടെയ്ൻസ് IgA ആൻറ്റിബോഡീസ്. അതെന്ത് ചെയ്യുന്നു? ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം സെക്സ് ഓഫ് ദ ചൈൽഡ് ഫാദർ ആണോ മദർ ആണോ ഡിറ്റർമൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. നമുക്കറിയാം ഫാദർ അല്ലെങ്കിൽ മെയിൽസ് ആണ് എന്ത് ചെയ്യുക, സെക്സ് ഓഫ് ദ ചൈൽഡ് ഹ്യൂമൻസിൻ്റെ കേസിൽ ഡിറ്റർമൈൻ ചെയ്യുക. അതിൻ്റെ കാരണം എന്താ? അവർക്ക് XY ക്രോമസോമാണുള്ളത്. ഫീമെയിൽസിൻ്റെ കേസിൽ എങ്ങനെയാണ്? XX ക്രോമസോമാണ് വരിക. പിന്നെ ഒരു ചോദ്യം കൂടി എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്, ഓൾ കോപ്പുലേഷൻസ് ലീഡ്സ് ടു പ്രഗ്നൻസി, ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് സബ്സ്റ്റാൻഷിയേറ്റ്? അപ്പം എന്താണ്, എല്ലാ പോപ്പുലേഷനും പ്രഗ്നൻസി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എത്തോ? ഇല്ല. സ്പേമും ഓവും സൈമിൾട്ടേനിയസ്ലി സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ആംബ്യൂളയിലേക്ക് എത്തിയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? പ്രഗ്നൻസി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ ഒരു ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നോക്കി വെക്കണം. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, നിങ്ങൾക്കറിയാം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലേ. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ഫിഗർ ഐഡൻറ്റിഫിക്കേഷൻ ആണ് കോപ്പർ ടി. ഇത് കണ്ടു കഴിഞ്ഞാൽ കോപ്പർ ടി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതൊരു IUD അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൻ ഡിവൈസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് ഈ പറയുന്ന വാസക്ടമിയും ട്യൂബെക്ടമിൻ്റെയും ഫിഗർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. വാസക്ടമി എന്ന് പറഞ്ഞാൽ എന്താ? മെയിലുള്ള സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. ട്യൂബെക്ടമി എന്ന് പറഞ്ഞാൽ ഫീമെയിൽസിലുള്ള സർജിക്കൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്താ? പ്രോസസ്സ് ഇറിവേഴ്സിബിൾ ആണ്. പിന്നെ അതുപോലെ IUDസിൻ്റെ ടൈപ്പും എക്സാമ്പിളുകളും പഠിച്ചു വെക്കുക. IUDനെ നോൺ മെഡിക്കേറ്റഡ് IUD, കോപ്പർ റിലീസിങ് IUD, ഹോർമോൺ റിലീസിങ് IUD എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ നോൺ മെഡിക്കേറ്റഡിൻ്റെ എക്സാമ്പിൾ ഏതാ? ലിപ്പീസ് ലൂപ്പാണ്. കോപ്പർ റിലീസിങ്ങിന് CUT, CU7 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിളുകളും പഠിച്ചു വെക്കണം. പിന്നെ നോക്കാം MTP. നമുക്ക് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എക്സ്പാൻഷൻസ് ചോദിക്കുക അല്ലേ. MTPൻ്റെ ഫുൾ ഫോം എന്താ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. STD അതേമാതിരി ഇതിലൊരു VIP ക്വസ്റ്റ്യനാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു പാർട്ടാണ്. STD എന്ന് പറഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ലേ. അതിന് എക്സാമ്പിളാണ് എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് B, ഗൊണോറിയ. അതൊക്കെ അതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്നൊക്കെ ചോദിക്കാറുണ്ട്. എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക? അവോയ്ഡ് സെക്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, കോണ്ടംസ് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ അടുത്തൊരു എക്സ്പാൻഷനാണ് ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എന്ന് പറയും അല്ലേ. അതിൽ സ്വിഫ്റ്റ്, ഗിഫ്റ്റ്, ICSI, AI എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സ്പാൻഷൻസ് എന്തായാലും പഠിച്ചു നോക്കണം.
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രോഗ്രാംസ്, ഇന്ത്യ ഇംപ്ലിമെന്റ് ചെയ്ത റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമും RCH പ്രോഗ്രാം, വിച്ച് മീൻസ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്. ഇനി ആംനിയോസെന്റസിസ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്താ ആംനിയോസെന്റസിസ്? ഈ പ്രഗ്നന്റ് ആയ ലേഡീസിൽ നിന്നും ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുക്കുന്നു, അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, കുട്ടിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ഈ ഇന്ത്യയിൽ ഈ ആംനിയോസെന്റസിസ് ബാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാ? ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഫീമെയിൽ ഫീറ്റിസൈഡ്. ഓക്കെ, അപ്പോൾ അത്രയാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ വരുന്നത്. ഇനി അടുത്തത് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, ഏറ്റവും കൂടുതൽ വെയിറ്റേജിന് വരുന്ന ഒരു ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ അതിൽ മോണോ ഹൈബ്രിഡ് ക്രോസ്, അതിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും ഓർത്ത് വെക്കണം. ഏതാണ്? 3:1 ആണ് ഫീനോട്ടിപ്പിക് റേഷ്യോ, ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. ഇനി ഡൈ ഹൈബ്രിഡ് ക്രോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫീനോട്ടിപ്പിക് റേഷ്യോ 9:3:3:1 ആണ്. ജീനോട്ടിപ്പിക് റേഷ്യോ കുറച്ച് വലുതാണ്, നോർമലി അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ഓർത്ത് വെക്കുക. 1:2:1, 2:4:2, 1:2:1 അതാണ് അതിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോ. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എന്താ മക്കളെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്? കംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 ജനറേഷൻ 2 പാരൻസിൻ്റെ ക്യാരക്ടറും കാണിക്കില്ല, അതിന് പകരം ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിക്കും. അതിൻ്റെ ഈ എക്സാമ്പിളുകൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ F2 ജനറേഷൻ നിങ്ങളോട് കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ പറയാറുണ്ട്, അപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതി പഠിക്കുക. അതിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോൻ്റെയും പ്രത്യേകത, അതൊരു ചോദ്യമാണ്. രണ്ടും സെയിം ആയിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു 1:2:1. ഓക്കെ. ഇനി അടുത്തത് കോഡോമിനൻസ്. എന്താ കോഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 ജനറേഷൻ 2 പാരൻസിൻ്റെ ക്യാരക്ടറും കാണിക്കുന്നതിനാണ് കോഡോമിനൻസ് എന്ന് പറയുക. പിന്നെ ടൈപ്സ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ 3 ടൈപ്പ് നിങ്ങൾ പഠിച്ചു. XX/XY ടൈപ്പ്, XX/X0 ടൈപ്പ്, ZW/ZZ ടൈപ്പ്. അതിൻ്റെ എക്സാമ്പിളുകളും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇനി അടുത്തത് നോക്കാം, ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. അത് പ്രപ്പോസ് ചെയ്ത ആരാണ്? എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത ആരാണ്? അതിന് യൂസ് ചെയ്ത ഓർഗാനിസം ഏതാണ്? അത് 3 ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് നോക്കി വെക്കണം. പിന്നെ പെഡിഗ്രി അനാലിസിസ്. പെഡിഗ്രി അനാലിസിസിലെ മിനിമം ഈ സിമ്പലുകൾ, ഇപ്പം ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഈ സിമ്പലുകളെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. അതൊന്നെങ്കിൽ ഈ സിമ്പിൾ തന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും? ഈ പറയുന്ന ഏതാണെന്ന് എഴുതാൻ പറയും, അല്ലെങ്കിൽ നിങ്ങളോട് വരയ്ക്കാൻ പറയും. അപ്പോൾ മിനിമം ഈ 1, 2, 3, 4, 5, 6 എണ്ണെങ്കിലും എന്ത് ചെയ്യണം? മിനിമം പഠിച്ചു വെക്കണം. ഇനി അടുത്തത് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്, അതായത് ജനറ്റിക് ഡിസോർഡേഴ്സിനെ 2ആയി തിരിച്ചു, മെൻഡേലിയനും ക്രോമസോമലും. അതിൽ മെൻഡേലിയൻ ഡിസോർഡറിൽ ഈ ഫിഗർ തന്നിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു പാർട്ടാണ് സിക്കിൾ സെൽ അനീമിയ, അതിൻ്റെ കാരണം പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ക്രോമസോമൽ ഡിസോർഡേഴ്സിൽ ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം, ടേണർ സിൻഡ്രോം, 3 ഫിഗറുകളും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഇതിൻ്റെ റീസൺ, എന്തുകൊണ്ടാണ് ഈ ഡിസീസ് ഉണ്ടാകുന്നത്, അതിൻ്റെ കാരിയോടൈപ്പ് എങ്ങനെയാണ് എഴുതുന്നത്, അതുപോലെ അതിൻ്റെ സിംറ്റംസ് എന്താണ്, അതും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ്. ഇതെന്തായാലും പഠിക്കാം. ഓക്കെ. ഇനി നമുക്ക് മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിലേക്ക് വരാം. അതിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്സ് മോഡൽ. ഡബിൾ ഹെലിക്സ് മോഡലിൻ്റെ പല സാലിയന്റ് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 2 പോളിന്യൂക്ലിയോഡ് ചെയിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻറ്റി പാരലൽ പൊളാരിറ്റിയാണ്. ഒന്ന് 3'5'ഉം മറ്റേത് 5'3' ആണ്. നൈട്രജൻ ബേസസ് അഡ്നിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക? ആ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ചർഗാഫ്സ് റൂൾ, മോഡൽ എക്സാം നിങ്ങളോട് ചോദിച്ചിരുന്നു. ചർഗാഫ്സ് റൂൾ എന്താ? In a double stranded DNA, the ratio between adenine, thymine and guanine cytosine is a constant and is equal to 1. അത് വെച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിൽ അറിയേണ്ടത് ന്യൂക്ലിയോസോമിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ലേബൽ ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ചോദിക്കുന്നതാണ് യു ക്രൊമാറ്റിൻ ആൻഡ് ഹെട്രോക്രൊമാറ്റിൻ്റെ ഡിഫറൻസ്, അത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഇതൊരു VIP ക്വസ്റ്റ്യനാണ്, എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. ഈ ഒരു പാർട്ട് തരും, എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഇതിന് വിളിക്കുന്ന പേരാണ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. എന്താണ് വിളിക്കുക? സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. അതിൽ നോക്കുക, DNA-യിൽ നിന്നും DNA ഉണ്ടാവുന്ന പ്രോസസ്സിന് എന്താ വിളിക്കുക? റെപ്ലിക്കേഷൻ. DNA-യിൽ നിന്നും RNA അല്ലെങ്കിൽ mRNA ഉണ്ടാവുന്ന പ്രോസസ്സ് ട്രാൻസ്ക്രിപ്ഷൻ. RNA-യിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാവുന്ന പ്രോസസ്സ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇത് തന്നിട്ട് ഇവിടെ A, B എന്നൊക്കെ ഇട്ട് നിങ്ങൾക്ക് തരും, എന്നിട്ട് നിങ്ങളോട് ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഒരു കാര്യം കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി ഇതിലുള്ള 3 എക്സ്പെരിമെന്റുകളാണ്. എക്സ്പെരിമെന്റ് ഫിഗർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പം ഈ ഒരു എക്സ്പെരിമെന്റ് പേര് ഹെർഷേ ചേസ് എക്സ്പെരിമെന്റ്. അതിന്റെ 3 സ്റ്റെപ്പുകളുടെ പേര് ചോദിക്കാറുണ്ട്. ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ് ആൻഡ് സെൻട്രിഫ്യൂഗേഷൻ. പിന്നെ അതുപോലെ തന്നെ ഇത് ഗ്രിഫിറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയും. അപ്പം ഇതിൽ ഈ പറയുന്ന ഈ ഭാഗങ്ങൾ A, B, C എന്നൊക്കെ ഇട്ടിട്ട് നിങ്ങളോട് ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പം അത് നോക്കി വെക്കണം. പിന്നെ ഇത് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ്റെ
പ്രൂവ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ്. അതിൻ്റെ പേര് മെസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെൻ്റ് എന്നാണ്. അപ്പോൾ ഈ 3 എക്സ്പെരിമെൻറ്റിനും ഫിഗർ കണ്ടു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ മക്കൾ പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. ഈ ഒരു ഫിഗർ തരും, ഐഡന്റിഫൈ ചെയ്യാൻ പറയാറുണ്ട്. റെപ്ലിക്കേഷൻ ഫോർക്ക്, റെപ്ലിക്കേഷൻ നടക്കുന്ന DNA പാർട്ടിനെ വിളിക്കുന്ന പേരാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പോൾ ഇതിൻ്റെ പാർട്സ് എന്ത് ചെയ്യുക, കറക്റ്റ് നോക്കി വെക്കുക. ഇത് തെറ്റിച്ച് തന്നെ നിങ്ങളോട് റീഡ്രോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് 3' 5' കണ്ടിന്യൂസ് സിന്തസിസും 5' 3' ഡിസ്കണ്ടിന്യൂസ് സിന്തസിസും ആയിരിക്കും. പിന്നെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈംസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്, DNA ലിഗേസ്, അതൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ള ഇതിലെ എൻസൈംസ്. DNA ലിഗേസിന്റെ ഫംഗ്ഷൻ ചോദിക്കാറുണ്ട്. അതിൽ ഈ ഫ്രാഗ്മെന്റ് ആയി കിടക്കുന്ന ഇതിനെ വിളിക്കുന്ന പേര് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്നാണ്. എന്താ വിളിക്കുക? ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്. അതിനെ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ് DNA ലിഗേസിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ ഫിഗർ ആണ്. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഇതിന്റെ പാർട്സ് പ്രൊമോട്ടർ, ടെർമിനേറ്റർ, സ്ട്രക്ചറൽ ജീൻസിന്റെ ഇടയിൽ കാണുന്ന ഭാഗമാണ് സ്ട്രക്ചറൽ ജീന്. പിന്നെ ഇതിൽ നോക്കുക, 3' 5' സ്ട്രാൻഡിനെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നും 5' 3' സ്ട്രാൻഡിനെ കോഡിംഗ് സ്ട്രാൻഡ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വെക്കുക. പിന്നെ അതുപോലെ അഡീഷണൽ കോംപ്ലക്സിറ്റീസ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്സ് വെൻ കമ്പയർഡ് ടു പ്രോകാരിയോട്സ്. പ്രോകാരിയോട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ട്രാൻസ്ക്രിപ്ഷനിൽ യൂകാരിയോട്സിലുള്ള അഡീഷണൽ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ കോംപ്ലക്സിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്കുക, യൂകാരിയോട്സിൽ 3 ടൈപ്പ് ഓഫ് RNA പോളിമറൈസ് ഉണ്ട്, 1, 2 and 3. അതുകൂടാതെ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ HNRNA ആണ് ഫോം ചെയ്യുക, വിച്ച് മീൻ ഹെട്രോ ന്യൂക്ലിയർ RNA. അതിൽ RNA പ്രോസസ്സിങ് കഴിഞ്ഞാൽ മാത്രമേ അത് എന്താവുള്ളൂ, RNA ആയി മാറുള്ളൂ. RNA പ്രോസസ്സിങ്ങിൻ്റെ 3 സ്റ്റെപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്യാപ്പിംഗ്, സ്പ്ലൈസിങ് ആൻഡ് ടെയിലിംഗ്. ഇതും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ചോദ്യമാണേ. പിന്നെ നോക്കിയേ, ലാക്ക് ഓപ്പറോണിൻ്റെ ഫങ്ഷനിങ്, 2 കണ്ടീഷനിലുള്ള ഫങ്ഷനിങ്. ഒന്ന് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ, രണ്ടാമത്തത് പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ. ഇതിൽ ഇൻഡ്യൂസർ എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ആണെന്ന് ഓർക്കുക, അതൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചിലപ്പം നിങ്ങളോട് ഇത് വരയ്ക്കാൻ ചോദിക്കാം, ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസറിലുള്ള ലാക്ക് ഓപ്പറോണിൻ്റെ വർക്കിംഗ്, പ്രസൻസ് ഓഫ് ഇൻഡ്യൂസറിലുള്ള ലാക്ക് ഓപ്പറോണിൻ്റെ വർക്കിംഗ്. ഇനി അതും അല്ലെങ്കിൽ ഇവിടെ ഇതിൽ ഏതെങ്കിലും പാർട്ട് A, B എന്നിട്ട് അത് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറ്റിക്കാം, ഫില്ല് ചെയ്യാനും ചോദിക്കാറുണ്ട്. പിന്നെ ജേക്കബ് ആൻഡ് മൊണാഡ്, അവരാണിത് കണ്ടുപിടിച്ചത് കേട്ടോ. ജേക്കബ് ആൻഡ് മൊണാഡ്, ആ പേര് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിക്കണം. ഇനി അടുത്തത് നോക്കിയേ, DNA ഫിംഗർ പ്രിന്റിങ് ഒരു VIP ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോഴും ചോദിക്കുന്നത്. അതിൽ പഠിച്ചിരിക്കേണ്ടത് 6 സ്റ്റെപ്പുകൾ അവർ തെറ്റിച്ച് തരും. ഇതിനത് നിങ്ങളോട് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറയും. അതല്ലെങ്കിൽ അതിൻ്റെ 6 സ്റ്റെപ്പുകൾ നിങ്ങളോട് എഴുതാൻ പറയും. അപ്പോൾ ഈ 6 സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ജെനറ്റിക് കോഡിൻ്റെ ഫീച്ചേഴ്സ് നിയർലി യൂണിവേഴ്സൽ ആണ്, ട്രിപ്ലറ്റ് കോഡാണ്. ടോട്ടൽ 64 കോഡോണുകളുണ്ട്. അതിൽ 61 എണ്ണം എന്ത് ചെയ്യുന്നു, അമിനോ ആസിഡിന് കോഡ് ചെയ്യുന്നു. സ്റ്റാർട്ട് കോഡോൺ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. AUG ആണ് സ്റ്റാർട്ട് കോഡോൺ. അത് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡിന്റെ പേര് ആലോചിച്ച് വെക്കുക, മിഥിയോണിൻ. ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ സ്റ്റോപ്പ് കോഡോൺസ് ഉവാഗ് ഉഗ എന്ന് ഓർത്ത് വെക്കുക. UAA, UAG ആൻഡ് UGA ഇതൊക്കെയാണ് സ്റ്റോപ്പ് കോഡോൺസ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്ന മോളിക്കുലാർ ബേസിസിൽ പിന്നെ നോക്കേണ്ടത്. ഇനി അടുത്തത് എവല്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിഗ് ബാങ് തിയറിയിൽ യൂണിവേഴ്സിന്റെ ഒറിജിനെ കുറിച്ച് പറയുന്ന തിയറിയാണ് ഏത്, ബിഗ് ബാങ് തിയറി. അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അതായത് ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ വഴിയാണ് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായതെന്നാണ് അതിൽ പറയുന്നത്. പിന്നെ ഗ്യാസസ് ഇൻ പ്രിമിറ്റീവ് എർത്ത്, അതൊരു ചോദ്യമാണ്. ഞങ്ങൾ പ്രിമിറ്റീവ് എർത്തിലുള്ള ഗ്യാസസ് മീഥൈൻ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. പിന്നെ നോക്കാം, ഈ ഒരു ഫിഗർ തരും. ഇത് മില്ലേഴ്സ് എക്സ്പെരിമെന്റ് ആണ് അല്ലേ. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറി ഏതാന്ന് ചോദിക്കാറുണ്ട്. കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ്. ഈ തിയറി പ്രപ്പോസ് ചെയ്തത് ഒപ്പാരിനും ഹാൽഡെയിനുമാണ്. ഇതിനെ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തത് SL മില്ലർ. അതുകൊണ്ടാണ് ഇതിനെ മില്ലേഴ്സ് എക്സ്പെരിമെന്റ് എന്ന് വിളിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഗ്യാസുകൾ മീഥൈൻ, അമോണിയ, ഹൈഡ്രജൻ ആൻഡ് വാട്ടർ. ആ ഗ്യാസിന്റെ പേരുകളും ഓർത്തു വെക്കണം. പിന്നെ ടെമ്പറേച്ചർ 800 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, അതും കൂടി നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഈ VIP ക്വസ്റ്റ്യൻ എവല്യൂഷനിലെ ഹോമോലോഗസ് ഓർഗൻസിന്റെയും എനലോഗസ് ഓർഗൻസിന്റെയും ഡിഫറൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 2നും 4 എക്സാമ്പിൾ വീതം നമുക്ക് പഠിക്കാനുണ്ട്, അതും പഠിച്ചു വെക്കണം. കാരണം 2 രീതിയിൽ ചോദിക്കാം. ഒന്നെങ്കിൽ ഹോമോലോഗസ് ഓർഗൻസിനെയും എനലോഗസ് ഓർഗൻസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ എക്സാമ്പിൾ തന്നിട്ട് അതിനെ 2 ഹെഡിങ്സിൽ ക്ലാസിഫൈ ചെയ്യാനും ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ ഹോമോലോഗസിൻ്റെ കേസിലാണെങ്കിൽ എന്തൊക്കെ നമുക്ക് പറയാം, സെയിം ബേസിക് സ്ട്രക്ചർ ആണ്, സെയിം ഒറിജിൻ ആണ്, പക്ഷേ ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്. എനലോഗസിൻ്റെ കേസിലോ ഡിഫറെൻ്റ് ഒറിജിൻ ആണ്, ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആണ്, പക്ഷേ ഫംഗ്ഷൻ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഹോമോലോഗസ് ഓർഗൻസ് കാണിക്കുന്ന എവല്യൂഷൻ്റെ പേരെന്താ, ഡൈവർജൻറ്റ് എവല്യൂഷൻ. എനലോഗസ് ഓർഗൻസ് കാണിക്കുന്നത്
എന്താണ് കൺവെർജന്റ് എവല്യൂഷൻ. പിന്നെ എക്സാമ്പിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹോമോലോഗസിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാ? 4 limbs ഓഫ് മാമൽസ്, തോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗൈൻവില്ല ആൻഡ് കുക്കുർബിറ്റ, വെർട്ടിബ്രേറ്റ് ഹാർട്ട്, വെർട്ടിബ്രേറ്റ് ബ്രെയിൻ. അനലോഗസ് ഓർഗൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ്, ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ, അങ്ങനെ പിന്നെ അതുപോലെ പൊട്ടറ്റോ ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ, ആ കാര്യങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ അഡാപ്റ്റീവ് റേഡിയേഷൻ, അതും ഈ ഫിഗർ വെച്ചിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് മോഡൽ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അഡാപ്റ്റീവ് റേഡിയേഷനിൽ 3 എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അത് ഓർത്ത് വെക്കുക. ഒന്ന് ഡാർവിൻസ് ഫിഞ്ചസ്, രണ്ടാമത്തത് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്, മൂന്നാമത്തത് പ്ലാസന്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ. അതിൻ്റെ ഡെഫിനിഷനും കൂടി എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. Then coming to Hardy-Weinberg principle. Now, Hardy-Weinberg principle, the allelic frequencies in a population is stable and constant from generation to generation, and sum total of allelic frequency is equal to 1. അതിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ തന്നിട്ട് ഐഡന്റിഫൈ ദ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇക്വേഷൻ? p² + 2pq + q² is equal to 1. ഇതിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ ആൻഡ് നാച്ചുറൽ സെലക്ഷൻ. പിന്നെ അതുപോലെ ഈ നാച്ചുറൽ സെലക്ഷൻ്റെ 3 ഗ്രാഫുകൾ, ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് സ്റ്റെബിലൈസിങ് സെലക്ഷൻ ആണ്, രണ്ടാമത്തത് ഡയറക്ഷണൽ സെലക്ഷൻ, മൂന്നാമത്തത് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. ഈ ഗ്രാഫ് തന്നിട്ട് അത് ഏതാണെന്നൊക്കെ നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പഠിച്ചു വെക്കണം. ദെൻ കമ്മിങ് ടു ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ. അതിൽ മെയിൻലി ചോദിക്കാറുള്ളത് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ കറക്റ്റ് ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പം ഡ്രയോപിത്തക്കസ്, രാമാപിത്തക്കസ്, ഓസ്ട്രേലോപിത്തക്കസ്, ഹോമോ ഹെബിലിസ്, ഹോമോ ഇറക്ടസ്, നിയൻഡർത്താൽ മാൻ ആൻഡ് ഹോമോ സാപ്പിയൻസ്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക, ബ്രെയിൻ കപ്പാസിറ്റി പഠിച്ചു വെക്കുക. ചിലപ്പോൾ ബ്രെയിൻ കപ്പാസിറ്റി തന്നിട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. പിന്നെ നിയൻഡർത്താൽ മാനിൽ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുന്നതാണ് യൂസ്ഡ് ഹൈഡ്സ് ടു പ്രൊട്ടക്ട് ദ ബോഡി ആൻഡ് ബറീഡ് ഡെഡ്. അത് കാണാൻ നിയൻഡർത്താൽ മാനിലാണ്. അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. അത് വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി കമ്മിങ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. നോക്കിയാൽ ഇതൊരു ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഡിസീസ്, കോസറ്റീവ് ഓർഗാനിസം, ടൈപ്പ് ഓഫ് പാത്തജൻ. ഇത് മാച്ച് ചെയ്യണം നിങ്ങൾ. അപ്പം ടൈഫോയിഡ് ഇതിൽ ഉണ്ടാക്കുന്ന കോസറ്റീവ് ഓർഗാനിസം സാൽമോണല്ല ടൈഫിയാണ് അല്ലേ? അതിൻ്റെ ടൈപ്പ് ഓഫ് പാത്തജൻ നമുക്കറിയാം, ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണെന്നറിയാം. ഇനി അടുത്തത് മലേറിയ എന്താണ്? പ്ലാസ്മോഡിയമാണ് അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസം, അതൊരു പ്രോട്ടോസോവയാണ്. ഇനി റിംഗ്വേം മൈക്രോസ്പോറം എന്നാണ് അതിൻ്റെ പോസിറ്റീവ് ഓർഗാനിസത്തിൻ്റെ പേര്. അതൊരു ഫംഗസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടേബിൾ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ഓർഗാനിസം നിങ്ങൾക്കറിയണം, അത് ടൈപ്പ് ഓഫ് പാത്തോജൻ അറിയണം, അതുപോലെ തന്നെ അതിൻ്റെ സിംറ്റംസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് നോക്കി നോക്കുക. അത് മാത്സ് ഫോളോയിങ്ങിൽ ചോദിക്കും. ഓക്കെ, പിന്നെ അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, എങ്ങനെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള ആ കാര്യങ്ങൾ അതിൽ പഠിച്ചു നോക്കണം. പിന്നെ ഈ ടൈഫോയിഡിൽ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് വൺ വേർഡ് ആണ് കൺഫർമേറ്ററി ടെസ്റ്റ് ഓഫ് ടൈഫോയിഡ്. വൈഡാൽ ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്, ഓർത്ത് വെക്കുക, വൈഡാൽ ടെസ്റ്റ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് നമ്മൾ ഇമ്മ്യൂണിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ ആൻഡ് സൈറ്റോകൈൻ ബാരിയർ. അതിൽ ഫിസിക്കൽ ബാരിയറിന് എക്സാമ്പിൾ സ്കിന്നാണ്, ഫിസിയോളജിക്കൽ ബാരിയറിന് എക്സാമ്പിൾ സലൈവ ഇൻ മൗത്ത്, സെല്ലുലാർ ബാരിയറിന് എക്സാമ്പിൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് WBC. അപ്പോൾ ഇവിടെ ന്യൂട്രോഫിൽ നമുക്ക് മാർക്ക് ചെയ്യാം. സൈറ്റോകൈൻ ബാരിയറിന് എക്സാമ്പിൾ ഇന്റർഫെറോൺസ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളുകൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ദെൻ കമ്മിങ് ടു ഈ ഒരു ഫിഗർ നോക്കിയേ, ഇത് തന്നിട്ട് ഏതാണ് ഡിസീസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. ഫൈലേറിയാസിസ് ആണ്. അപ്പോൾ അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസവും അതിൻ്റെ സിംറ്റംസും ഒക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ ഈ ഒരു ഫിഗർ തന്നിട്ട് ഐഡന്റിഫൈ എന്ന് പറഞ്ഞ് ചോദിക്കും. ആൻറ്റിബോഡിയാണ്. ഈ 3 പാർട്സ് ലേബൽ ചെയ്യാൻ പഠിക്കുക. 4 പാർട്സ്, ലൈറ്റ് ചെയിൻ, ഹെവി ചെയിൻ, ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ലേബൽ ചെയ്യാൻ പഠിക്കുക. ഇൻ കമ്മിങ് ടു ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. എയ്ഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എയ്ഡ്സിൻ്റെ എക്സ്പാൻഷൻ, എക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV ആണത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, പിന്നെ അത് പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ പേര് ചോദിക്കാറുണ്ട്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അതൊരു ഇമ്പോർട്ടൻറ്റ് വൺ വേർഡ് ആണ്. എലൈസ എന്നാണ്, എലൈസ. അത് എക്സ്പാൻഡ് ചെയ്യാനും ചോദിക്കാം. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് എസ്സേ എന്നാണ്. ഓക്കെ, പിന്നെ ക്യാൻസറിലേക്ക് വന്നു കഴിഞ്ഞാൽ കാർസിനോജൻസ്, ക്യാൻസർ കോസിങ് ഏജൻസിനെയാണ് കാർസിനോജൻസ് എന്ന് വിളിക്കുക. അതിൻ്റെ എക്സാമ്പിളുകൾ ചോദിക്കാറുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് ട്യൂമർ, ബെനൈൻ ട്യൂമർ ആൻഡ് മാലിഗ്നന്റ് ട്യൂമർ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ ചോദിക്കും. അത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ബെനൈൻ ട്യൂമർ ആൻഡ് മാലിഗ്നന്റ് ട്യൂമർ. ഓക്കെ,
അതിൽ മെറ്റാസ്റ്റാസിസ്, ഈ പറയുന്ന മാലിഗ്നന്റ് ട്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മെറ്റാസ്റ്റാസിസ്. അതെന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അത് കറക്റ്റ് പഠിച്ചു വെക്കാം. ഇനി കമ്മിങ് ടു ആൽക്കഹോൾ, ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 ഡ്രഗ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് മെയിൻലി പഠിക്കാനുള്ളത്. ഒപ്പിയോയിഡ്സ്, കനാബിനോയിഡ്സ് ആൻഡ് കൊക്ക ആൽക്കലോയിഡ്സ് അല്ലെങ്കിൽ കൊക്കെയിൻ. ഓക്കെ, ഇതിൽ ഒപ്പിയോയിഡ്സ് ഏത് പ്ലാന്റിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അതുപോലെ കനാബിനോയിഡ്സ് ഏത് പ്ലാന്റിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്, കൊക്ക ആൽക്കലോയിഡ്സ് ഏത് പ്ലാന്റിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒപ്പിയോയിഡ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് പെപ്പാവർ സോംനിഫർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. കനാബിനോയിഡ്സ് കനാബിസ് സെറ്റൈവ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. കൊക്ക ആൽക്കലോയിഡ്സ് എറിത്രോസൈലം കൊക്ക. പിന്നെ അതിൻ്റെ മോഡ് ഓഫ് ആക്ഷനും കൂടി പഠിച്ചു നോക്കുക. ഒപ്പിയോയിഡ്സ് എന്ത് ചെയ്യും, ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സായി ബൈൻഡ് ചെയ്യും. കനാബിനോയിഡ്സ് കനാബിനോയിഡ് റിസപ്റ്റേഴ്സായിട്ട് ബൈൻഡ് ചെയ്യും. അതുപോലെ കൊക്ക ആൽക്കലോയിഡ്സ് എന്ത് ചെയ്യും, ന്യൂറോ ട്രാൻസ്മിറ്റർ ഡൊപ്പാമിൻ്റെ ട്രാൻസ്പോർട്ടിന് എന്ത് ചെയ്യും, ഇൻ്റർഫിയർ ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ എങ്ങനെയാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി ഓർത്ത് വെക്കുക. അത് നിങ്ങളൊരു 4 പോയിന്റുകൾ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടാവും. ലുക്ക് ഫോർ ഡേഞ്ചർ സൈൻസ് അല്ലേ, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്, അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പോയിന്റുകൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ദെൻ കമ്മിങ് ടു ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഇതിൽ ഈ പേര് ഓർത്ത് വെക്കുക, എഡ്വേർഡ് വിൽസൺ. 1 വേർഡ് ചോദിക്കാറുള്ളതാ. ദ ടേം ബയോഡൈവേഴ്സിറ്റി വാസ് പോപ്പുലറൈസ്ഡ് അല്ലെങ്കിൽ കോയിൻഡ് ബൈ എഡ്വേർഡ് വിൽസൺ. ഇനി ട്രോപ്പിക്സ് എന്തുകൊണ്ട് ബയോഡൈവേഴ്സിറ്റി കൂടും ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ സോളാർ എനർജി കൂടുതലാണ് അല്ലേ, പ്രഡിക്റ്റബിൾ ആൻഡ് സ്റ്റേബിൾ ക്ലൈമറ്റ് ആണ്, നോ ഓർ ലെസ് ഗ്ലേസിയേഷൻസ്. പിന്നെ ഈ ഒരു ഫിഗർ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഈ ഒരു ഗ്രാഫ്, ഇത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണിത് കണ്ടുപിടിച്ചത്. ഓക്കെ, പിന്നെ ഇതിൽ ഈ പറയുന്ന ഇക്വേഷൻ S=CA⁻Z, അതിലേക്ക് ലോഗരിതം അപ്ലൈ ചെയ്തപ്പം log S=log C + Z log A. അതിൽ S എന്താണ്, C എന്താണ്, Z എന്താണ്, A എന്താണെന്നുള്ളതൊക്കെ നോക്കി വെക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് ഈവിൾ കോട്ടഡ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ഈവിൾ കോട്ടഡ്സ് 4 കാരണങ്ങൾ അല്ലേ, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, കോ എക്സിസ്റ്റൻസ് ആൻഡ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. അത് പഠിച്ചു വെക്കണം. പിന്നെ അതിൻ്റെ എക്സാമ്പിളുകൾ കൂടി നോക്കണേ. ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ തമ്മിലുള്ള ഡിഫറൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ ഓൺ സൈറ്റ് കൺസർവേഷൻ, എക്സിറ്റു എന്ന് പറഞ്ഞാൽ ഓഫ് സൈറ്റ് കൺസർവേഷൻ. അതിൻ്റെ എക്സാമ്പിളുകൾ ഇതിലും എക്സാമ്പിളുകൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അത് ലിസ്റ്റ് ഓഫ് എക്സാമ്പിൾസ് തന്നിട്ട് ക്ലാസിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി കമ്മിങ് ടു ദ ലാസ്റ്റ് ചാപ്റ്റർ, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ മിൽക്കിനെ കേർഡ്, പാലിനെ തൈരാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ്. പിന്നെ സ്വിസ് ചീസ് ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയൻ്റെ പേര് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാനി. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ അറിയേണ്ടത് ഈ കെമിക്കൽസ്, എൻസൈംസ് ആൻഡ് ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. അതിൽ നോക്കിയേ, കെമിക്കൽസ് എസറ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈലേക്കും ബ്യൂട്ടൈറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കാര്യങ്ങൾ നോക്കുക. എൻസൈംസും അതിൻ്റെ ഫംഗ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ബയോ ആക്റ്റീവ് മോളിക്യൂൾസും അതിൻ്റെ ഫംഗ്ഷനും. ഫോർ എക്സാമ്പിൾ സ്ട്രെപ്റ്റോകൈനീസ് ക്ലോട്ട് ബസ്റ്ററായിട്ട് ആക്ട് ചെയ്യും, സൈക്ലോസ്പോറിനെ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും, സ്റ്റാറ്റിൻ കൊളസ്ട്രോൾ ലോവർ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി കമ്മിങ് ടു സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു. BOD ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. ഫ്ലോക്സ് എന്താണെന്നൊക്കെ പഠിച്ചു വെക്കുക. ഇതിൽ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് 2 വെസലിലായിട്ട് തരും. അതിൽ ഏത് വാട്ടറാണ് മോർ പൊല്യൂട്ടഡ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പം BOD കൂടുമ്പോൾ ഇപ്പം എന്ത് ചെയ്യും, പൊല്യൂഷൻ കൂടും. BOD കുറയുമ്പോൾ പൊല്യൂഷൻ കുറയുമെന്ന് ഓർത്ത് വെക്കുക. ഇനി കമ്മിങ് ടു ലാസ്റ്റ് പാർട്ട്, ബയോ കൺട്രോൾ ഏജൻസും ബയോ ഫെർട്ടിലൈസറും. ബയോ കൺട്രോൾ ഏജൻസ് പറഞ്ഞാൽ ബയോളജിക്കൽ മെത്തേഡ്സ് ഓഫ് കൺട്രോളിങ് പ്ലാന്റ് ഡിസീസ് ആൻഡ് പെസ്റ്റ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ ഓർത്ത് വെക്കുക, ബാസില്ലസ് തുരിഞ്ചൻസിസ്, ട്രൈക്കോഡർമ ആൻഡ് ബാക്കുലോ വൈറസസ്. ബയോ ഫെർട്ടിലൈസറിൽ റൈസോബിയം, മൈക്കോറൈസിയം. അപ്പം ഇത്രയും പാർട്സ് നിങ്ങൾ മിനിമം ഈ ഒരു പാർട്ടിൽ നിന്ന് എല്ലാ ചാപ്റ്ററിനും ഡിസ്കസ് ചെയ്യുന്നത് പഠിച്ചു വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓക്കെ, താങ്ക് യു.